ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ധീര ബാച്ചിൽ ഞങ്ങൾക്കുള്ള പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പം XPL ബാച്ചാണ് ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ റിവിഷൻ പ്ലാനാണ്. അപ്പോൾ പോർഷൻസ് എടുത്ത് അവർ കംപ്ലീറ്റ് ആക്കി എന്നിട്ടുണ്ടെങ്കിലും എൻ്റേത് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ ബാക്ക്ലോഗ്സിലുണ്ട്. അപ്പോൾ ബാക്ക്ലോഗ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ആദ്യം റിവിഷൻ പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യണം, അവരുടെ പ്ലാൻ ഫോളോ ആക്കിയിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ വിചാരിച്ചു ബാക്ക്ലോഗ്സ് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം കണ്ടെത്തി തീർക്കാമെന്നാണ്. അപ്പോൾ ഏതായാലും റിവിഷൻ പ്ലാന് ഇന്നത്തെ ഫസ്റ്റ് ഡേ കുഴപ്പമില്ലാതെ അറ്റൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ജാനുവരി 17 പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് 2 ദിവസം മുന്നേ ഞങ്ങൾക്കൊരു പാരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടീച്ചേഴ്സുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അവർ ഈ ഒരു XPL 2.0 എന്നുള്ള ബാച്ച്, അതായത് നമ്മുടെ റിവിഷൻ പ്രോഗ്രാം എങ്ങനെയാണ് കൊണ്ടുപോകുക എന്നൊക്കെ. അപ്പം XPL ബാച്ച് എന്ന് നോക്കിയപ്പം നമുക്ക് ടോട്ടലി നീറ്റ് സിലബസിൽ PCB സബ്ജക്റ്റിൽ 81 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പം ആ 81 ചാപ്റ്റേഴ്സിനെ 20 മൊഡ്യൂൾസ് ആക്കിയിട്ട് അങ്ങനെയാണ് ഫുൾ പ്ലാനിങ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഒരു മൊഡ്യൂള് 3 ദിവസമാണ്. ആദ്യത്തെ 2 ദിവസം ക്ലാസ്സസും പിന്നെ 3-ാമത്തെ ദിവസം എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പോൾ 3-ാമത്തെ ദിവസം നടക്കാൻ പോകുന്ന എക്സാം നമ്മുടെ നീറ്റ് പാറ്റേണിൽ 2 to 5 o'clock വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓൺലൈനായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിലേക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം XPL നിൽക്കുമ്പം നമുക്ക് റിവിഷൻ പ്രോഗ്രാം ആണല്ലോ. അപ്പം ഒരു ദിവസം 2 ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 6 to 10:15 വരെ ആയിരിക്കും രാത്രി, അതായത് ഈവനിങ് ടു നൈറ്റ് വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പം ഫസ്റ്റ് ദിവസം ഫിസിക്സ് ആൻഡ് ബോട്ടണിയിലെ ഓരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം അതിലിപ്പോൾ നമുക്ക് അറിയാവുന്ന ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുന്ന കാര്യമില്ല, ഇൻസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ആക്കാമെന്നാണ്. അപ്പോൾ ഇന്ന് ജനുവരി 22. അപ്പോൾ ഇന്നായിരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ സബ്ജക്റ്റ് ഫിസിക്സിലെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും പിന്നെ അതുപോലെ ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതൊരു പാർട്ട് 1 സെക്ഷനായിട്ട് പോളിനേഷൻ വരെയായിരുന്നു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ തന്നെ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ റിവിഷൻ പ്ലാനെങ്കിലും സക്സസ്ഫുള്ളി കൊണ്ടുപോകണം എന്നാണ്. കാരണം നോർമൽ ക്ലാസ്സസ് നടക്കുന്ന സമയത്ത് കുറേ പഠിക്കും, പിന്നെ കുറച്ച് പഠിക്കാതിരിക്കും, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറേ ബാക്ക്ലോഗ്സ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം ബാക്ക്ലോഗ്സ് എന്ന് പറഞ്ഞിരുന്നാൽ ചിലപ്പം വീണ്ടും ഇനിയുള്ള 3 മാസങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളൊരു തോന്നലുകൊണ്ട് ഏതായാലും റിവിഷൻ പ്ലാൻ നല്ലപോലെ അല്ലെങ്കിൽ പറ്റുന്ന പോലെ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവർ നമ്മുടെ ഈ ബാച്ചിനെ കുറിച്ചുള്ള ടൈം ടേബിളൊക്കെ തന്നപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒരു പേപ്പറിലൊക്കെ എഴുതിയെടുത്തിട്ട് വാളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനൊരു പുതിയ ടൈമിങ്, എണീക്കുന്ന ടൈമൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഏതായാലും ഒരു ഫ്രഷ് പ്ലാനായതുകൊണ്ട് ഒരു പുതിയ ഒക്കെ എല്ലാ കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പം ഞാൻ നോർമലി രാത്രി കുറേ നേരം ഇരുന്ന് നോക്കിയിട്ട് പിന്നെ രാവിലെ എണീക്കാൻ ലേറ്റ് ആവാറുണ്ട്. അപ്പം ഇന്ന് ഏതായാലും ഒരു 6 o'clock എണീച്ചിട്ട് ഒക്കെ ഫ്രഷായി കാര്യങ്ങൾക്ക് വന്നതിന് ശേഷം ഒരു 6:30 മുതൽ പഠിക്കാതിരുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ പറയാമല്ലോ, നമ്മളിപ്പം ആദ്യം പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ വീണ്ടും എടുത്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മറന്ന പോലെയായിരുന്നു. അപ്പം അത്യാവശ്യം കുറേ ടൈമൊക്കെ എടുത്തിട്ട് തന്നെയായിരുന്നു പോളിനേഷൻ വരെയുള്ള ഭാഗങ്ങൾ കുറേ വായിച്ച് ഐഡിയാസൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറൊന്നും വേണമെങ്കിൽ പറയാം, കുറച്ച് നല്ല രീതിക്ക് തന്നെ വൃത്തിയോടെ മനസ്സിലാക്കി പഠിക്കാൻ ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വായിച്ച് പഠിച്ച് അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് തന്നെയായിരുന്നു ബോട്ടണിത്തെ ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഏതായാലും PYQ ബുക്സൊക്കെ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് യൂസാക്കും, കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു യൂസ് ആക്കണില്ല. അപ്പോൾ ഏതായാലും PYQ ബുക്കൊക്കെ എടുത്തിട്ട് ഞാൻ ആ ഒരു ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം ഒരു 46 ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് വരെയുള്ള ഒരു ഏരിയയിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറേ ചെയ്ത് നോക്കി. ആൻഡ് അതിൽ തന്നെ ഒരു 6-7 ഒരു 5 to 6 ക്വസ്റ്റ്യൻസിന് മിസ്റ്റേക്ക് വരുത്തി. അപ്പോൾ ആ ഒരു PYQ ബുക്കിൽ ഒരു 1990 ആ ഒരു ടൈം മുതലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ നല്ല രീതിക്ക് പഠിച്ചുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് എന്നാലും കൺഫ്യൂസിങ് ആയിട്ട് റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്, ബട്ട് കുഴപ്പമില്ല. അപ്പം ഒരു ഏകദേശം ഒരു 46 ക്വസ്റ്റ്യൻസൊക്കെ ഇന്ന് രാവിലെ ആ ഒരു പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച കാര്യം ചിലപ്പം ഓരോ ഡെയിലി പോർഷൻസ് പഠിക്കാനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ലോഗ്സും എങ്ങനെയെങ്കിലുമൊക്കെ ടൈം എടുത്ത് പഠിക്കണം, കാണണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല ഹെഡേക്കാണ്. രാവിലെ എണീക്കുമെന്ന് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം തലവേദന ചെറിയ രീതിക്ക് ഇങ്ങനെ കൂടി ഒരു ഉച്ച സമയമാകുമ്പോൾ നല്ല
പെയിനായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഏകദേശം അത് മാറിപ്പോകുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു 2 ബാക്ക്ലോഗ് ക്ലാസ്സെങ്കിലും കവർ ചെയ്യുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഉച്ചക്കായപ്പം വല്ലാതെ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഏതായാലും എനിക്ക് എക്കോസിസ്റ്റം എന്നുള്ള ചാപ്റ്ററിൽ പോർഷൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ കണ്ടു. അപ്പോൾ രാവിലെ ഞാൻ ബോട്ടണീത്തെ ആ ചാപ്റ്റർ പഠിക്കുമ്പം DPP നോക്കിയിട്ട് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം NCERTയിലും DPPയിലുള്ള എല്ലാ സംഭവങ്ങളും NCERTത്തെ എല്ലാ പോയിൻറ്റും കാര്യങ്ങളൊക്കെ DPPയിൽ ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും ഞാൻ രാവിലെ പഠിക്കുമ്പോൾ DPP നോക്കിയിട്ട് തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി ഒന്നുകൂടി റിവിഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് NCERT ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മണി ഈവനിങ് 6 മണിക്കായിരുന്നു നമ്മുടെ ഫിസിക്സിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള എന്താ പറയുക ഇന്നത്തെ എക്സ്പെലിൻ്റെ ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്ലാസ് മാത്രം ഫസ്റ്റ് ക്ലാസ് മാത്രം യൂട്യൂബിലും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ചാപ്റ്റർ എനിക്ക് കുറച്ച് പോർഷൻസ് ബാക്ക്ലോഗ് ഉണ്ട്. അപ്പം കുറച്ച് ഞാൻ കണ്ടു, പക്ഷേ കുറച്ചുകൂടെ തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇനി ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഇന്നത്തെ രാത്രിത്തെ സെഷന് അറ്റൻഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഏതായാലും അറ്റൻഡ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. കാരണം ഓൾറെഡി നമ്മുടെ ടീച്ചേഴ്സ് പറയാണ്ട് ഇനി കുറേ നമ്മൾ ഇങ്ങനെ വീഡിയോ ക്ലാസ്സസ് മാത്രം കണ്ടുപോയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൂടെ ഓരോ ഐഡിയാസും കൺസെപ്റ്റ്സൊക്കെ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തോട്ടിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നപ്പം കുഴപ്പമില്ല, പഠിക്കാത്ത ഏരിയ എന്നായാലും ഏകദേശം എല്ലാ പോർഷൻസ് കവറാക്കിയിട്ട് ഇന്ന് ആ ഒരു സെഷന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും മെയിൻ ഇക്വേഷൻസും കൺസെപ്റ്റ്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട്സ് ഫിസിക്സ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇപ്പം എടുത്ത ചാപ്റ്റർക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പം എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ സെഷൻ വന്നിട്ട് ഇന്ന് ബോട്ടണിയിലത്തെ ക്ലാസ് ആയിരുന്നു. ഒരു 8:15 to 10:15 വരെയായിരുന്നു രണ്ടാമത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനടുത്തൊക്കെ പിന്നെ ഞാൻ PYQs ഒക്കെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാറ് ഓൺഗോയിങ് ആയിട്ട് ചാപ്റ്ററിനെ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏതായാലും ഞാൻ രാവിലെ പഠിച്ചുകൊണ്ട് പിന്നെ ആ ഒരു ടൈം കണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ആക്കി ഇന്നത്തെ ഈ ഒരു പോർഷൻസ് ആയിരുന്നു പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നാളെ വരുമ്പം സുവോളജി ആൻഡ് കെമിസ്ട്രിത്തെ ഓരോ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തെ കൂടെ പോർഷൻസ് കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ദിവസം ഈ 4 ചാപ്റ്റേഴ്സും കൂടെ ആയിട്ട് എക്സാം വരുന്നത്. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാതെ ഈ ഒരു സെഷന് നല്ല രീതിക്ക് തന്നെ അറ്റൻഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളും ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 മാസത്തെ പ്ലാനിങ്ങാണ് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു മാർച്ച് 23rd വരെയാണ് ഈ ഒരു ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെയിലി പ്ലാൻ ചെയ്ത് ഫുള്ള് ചിലപ്പം പഠിക്കാൻ പറ്റണമെന്നില്ലെങ്കിലും സ്റ്റിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഡിസിപ്ലിനോടെ ആ ഒരു 3 മാസം വൃത്തിക്കാൻ അറ്റൻഡ് ആക്കണം എന്നുണ്ട്. അപ്പോൾ ഇനി നീറ്റ് ആസ്പിറൻസ് ഉണ്ടെങ്കിൽ പറയാം നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ എങ്ങനെ പോകണു, ഇപ്പം റിവിഷൻ സ്റ്റാർട്ടാക്കിയെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ഒരു കുറച്ച് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഞാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉച്ചത്തെ സമയത്ത് എനിക്ക് വല്ലാതെ യൂട്ടിലൈസ് ആക്കാൻ പറ്റിയില്ലെങ്കിലും സ്റ്റിൽ അടുത്ത ദിവസം മുതൽ ബാക്ക്ലോഗ്സും കൂടെ കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ ടൈം കണ്ടെത്തും വേണം. പിന്നെ ഡെയിലി പോർഷൻസ് പഠിക്കാനും ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ എക്സ്പെലിൻ്റെ ഫസ്റ്റ് ഡേ ക്ലാസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.